ഹലോ, ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഇവിടെ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നമുക്ക് കാത്ത് ലാബിൽ അവൈലബിൾ ആയിട്ടുള്ളത്? കാത്ത് ലാബ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് എക്സ്റേ മെഷീനാണ്. കാർഡിയോളജിയെ സംബന്ധിച്ചിടത്തോളം രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്റേ ട്യൂബാണ് കാത്ത് ലാബ്. ഇവിടെ ഒരു അഡ്വാൻസ്ഡ് ഫ്ലാറ്റ് പാനൽ ഡിജിറ്റൽ കാത്ത് ലാബാണ് എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്നത്. രോഗം സംശയിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളായ ആൻജിയോഗ്രാം, അതുപോലെ മറ്റ് ടെസ്റ്റുകൾ, കാത്ത് സ്റ്റഡീസ് എന്നും ടെസ്റ്റുകൾ നടത്തുവാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന ഒരു എക്സ്റേ സംവിധാനമാണ് കാത്ത് ലാബ്. ഇതിന്റെ ഏറ്റവും മോഡേൺ വെർഷനാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെ ട്രീറ്റ്മെന്റിനാണ് നമ്മൾ മെയിൻ ആയിട്ട് കാത്ത് ലാബ് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുക? മുമ്പ് സൂചിപ്പിച്ച പോലെ രോഗനിർണയം നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന ആൻജിയോഗ്രാം ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് കാത്ത് ലാബ് എന്നുള്ളത്. അതേസമയം രോഗനിർണയം നടത്തിയ രോഗിക്ക് ചികിത്സകൾ വേണ്ട, അതായത് ആൻജിയോപ്ലാസ്റ്റി, പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ, മറ്റ് ട്രീറ്റ്മെന്റുകൾ, ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഒരു എമർജൻസി അറ്റാക്ക് വന്നൊരു ഹൃദ്രോഗം വന്നൊരു വ്യക്തിക്ക് എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനും ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനും ഏറ്റവും നമുക്ക് സഹായകരമായ ഇൻസ്ട്രുമെന്റ് ആണ് കാത്ത് ലാബ്. അത് നമ്മളിവിടെ 24 hours ഓപ്പൺ ആണ്. അപ്പോൾ ഹൃദ്രോഗം വന്ന് അറ്റാക്ക് വന്നൊരു വ്യക്തിക്ക് എമർജൻസി ട്രീറ്റ്മെന്റ് കൊടുക്കുവാൻ ഇതുവഴി സാധിക്കുകയും അതുവഴി ഒട്ടനവധി ജീവൻ രക്ഷിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. നമുക്കിവിടെ ഒരു 24 hours വർത്തിക്കുന്ന ഒരു കാർഡിയോളജി ടീം ഉണ്ട്. അപ്പോൾ ഇതിൽ എമർജൻസി മെഡിസിൻ, പിന്നെ ഒരു 16 ബെഡഡ് കാർഡിയക് കൊറോണറിക് ICU, പിന്നെ ഒരു അഡ്വാൻസ്ഡ് കാത്ത് ലാബ്, ഇതാണ് ലഭ്യമായിട്ടുള്ളത്. ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള സീനിയർ എക്സ്പീരിയൻസ് സ്റ്റാഫ് നമുക്കൊരു ടീം തന്നെയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു മാളയ്ക്ക് വേണ്ട ഒരു ട്രീറ്റ്മെന്റുകൾ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രോഗം വരാണ്ട് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. രോഗം വരാണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഇതിനെ നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കണം. നമുക്ക് അറിയുന്ന റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ജീവിത പാരമ്പര്യം, ഇതെല്ലാം നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഹൃദ്രോഗം വരുന്നത് തടയും. ഹൃദ്രോഗം വന്നൊരു വ്യക്തിക്ക് അതിന് സമയവും ഇത് നോക്കാതെ ഏറ്റവും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിന്റെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഇവിടെ NCH മെഡിസിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട്. എമർജൻസി മെഡിസിൻ ടീം, ഒരു കാർഡിയക് കെയർ യൂണിറ്റ്, ഒരു കാത്ത് ലാബ്, തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തണം.